4 മണിയോടെ എത്തി, 6 മണിയോടെ അവിടെ നിങ്ങൾ സംസാരിക്കുന്നു. ഒരാൾ കേട്ടറിവിന്റെ പുറത്തിലാണ് കേസ് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ അവിടെ പണം കൊടുത്ത് നിങ്ങൾക്ക് പണവും ജോലിയും നൽകാം, നിങ്ങൾ ക്രിസ്തീയ മതത്തിലേക്ക് വരണം എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു. അത് ഞാൻ കേട്ടു എന്നതാണ് അദ്ദേഹത്തിന്റെ ഈ മൊഴി. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യം? ഞാൻ എനിക്ക് ചോദിക്കാറുള്ളത്, ആരെങ്കിലും പണം കൊടുത്തെന്ന് പറഞ്ഞിട്ട് മതത്തിലോട്ട് മാറും. അപ്പൊ ഈ കേൾക്കുന്ന ആരുടെയാണെങ്കിലും നിങ്ങൾ പൈസ തരാന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറി വരും. അപ്പൊ എൻ്റെ അടുത്ത് പോലീസിന്റെ അടുത്ത് രഹസ്യമായിട്ട് ചോദിച്ചൊരു കാര്യം അങ്ങനെയാണ്, നിങ്ങൾക്ക് ഒരാളിന് മതപരിവർത്തനം നടത്തി എത്ര രൂപ? അപ്പൊ എനിക്ക് പറയാനുള്ളത്, അവരോട് ഇപ്പൊ ഫോഴ്സ്ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടമില്ലാതെയോ പറയാൻ പോലും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പറയാം, നമുക്ക് നമ്മുടെ ആർട്ടിക്കിൾ 25 ആണെങ്കിൽ നമുക്ക് അവരോട് ഇതെല്ലാം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, നമ്മുടെ ആശയങ്ങൾ കൈമാറാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഈ ഗ്രാമത്തിലുള്ള ആളുകൾ എവിടെ കൊണ്ടുപോയി ജോലി? ഇത്രയും ഞാനിപ്പോ താമസിക്കുന്ന സ്ഥലത്ത് 100-150 കിലോമീറ്റർ വ്യത്യാസമുള്ള ഈ ആളുകളെ എവിടെ കൊണ്ടുപോയി ജോലി കൊടുക്കുന്നതാണ്? അല്ലെങ്കിൽ ഇവർക്ക് എത്ര രൂപ കൊടുക്കുന്നതാണ്? എത്ര കൊടുക്കാൻ പറ്റും ഒരാളിനെ? ഇങ്ങനെ മതപരിവർത്തനം നടത്തി കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ എത്ര രൂപ കൊടുത്താണ് കൊണ്ടുവരാൻ പറ്റുക? അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ലോജിക്കായിട്ട് അവര് വാ, അച്ഛൻ കേക്ക് കേട്ടിരുന്നു, വാ ഹാപ്പി ന്യൂ ഇയർ. ഒരു പ്രാവശ്യം മാത്രമേ ഞങ്ങൾ അവിടെ പോയിട്ടുള്ളൂ, ഒന്നല്ലെങ്കിൽ 2 പ്രാവശ്യം. വളരെ പുതിയ വീടാണ്. വെരി ഗുഡ്. അതിന് പോടെ എല്ലാരും പോടെ. വാ 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 വാ, മതി മതി, ഹാപ്പി ന്യൂ ഇയർ. അവള് പോയി വാ വാ വാ, മതി മതി മതി, കൊടി അമ്മേന്റെ മക്കൾ ഓടിക്കാം. ഗുഡ്.